ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി ഡ്രാമയായിട്ടാണ്. നിങ്ങളെല്ലാവരും എന്നെ മറന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഒത്തിരി നാളായി ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. മനഃപൂർവ്വം പോസ്റ്റ് ചെയ്യാത്തതല്ല, എനിക്ക് കുറച്ച് എക്സാം ഉണ്ടായിരുന്നു, പിന്നെ ഈ ഒരു ചാനലിന് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയത്. നിങ്ങൾ പണ്ട് നൽകിക്കൊണ്ടുവന്ന അതേ സപ്പോർട്ടും ഇനിയും നൽകുമെന്ന പ്രതീക്ഷയോടെ ഞാനിന്നൊരു അടിപൊളി ഡ്രാമ അപ്ലോഡ് ചെയ്യുകയാണ്. നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ കമൻസും ഓരോ വ്യൂവേഴ്സിലേക്ക് ഈ ഒരു ഡ്രാമ എത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇമോജിയെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. അപ്പം നമുക്ക് നേരെ ഡ്രാമയിലേക്ക് പോവാം. ഇത് ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ്. അതുകൊണ്ട് തന്നെ ഡ്രാമയുടെ സ്റ്റാർട്ടിങ് ഒരു വലിയ കോട്ടയുടെ അകത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഒരു സ്കൂളായിരുന്നു. 6 മന്ത്രവാദികൾ ചേർന്ന് നടത്തുന്ന ഒരു സ്കൂളായിരുന്നു. ആ സ്കൂളിലെ ടീച്ചേഴ്സും കുട്ടികളും എല്ലാം ചേർന്ന് ഒരു പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. മുറിവേറ്റ് ഒട്ടും വയ്യാണ്ട് ഒരു പെൺകുട്ടി താഴെ കിടക്കുന്നില്ലേ. ഇതാണ് നമ്മുടെ കഥയിലെ നായിക. ഇവളുടെ പേര് യൂജിൻ എന്നാണ്. യൂജിൻ പതിയെ എഴുന്നേറ്റും നിങ്ങൾ എന്തായി ചെയ്യുന്നത്, തെറ്റും ശരിയും എല്ലാം തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിച്ചും അവളുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന പവേഴ്സ് പതിയെ പതിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ പവേഴ്സും അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാം മുറിവേറ്റ് താഴെ വീഴുന്നുണ്ട്. ഹീറോയിനും ഉടനെ തന്നെ അവിടെ കുഴഞ്ഞു വീഴുന്നുണ്ട്. ഈ സമയത്തും എന്താണ് ഹീറോയിന് പറ്റിയത്, ഹീറോയിനെ എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ചേർന്ന് ആക്രമിക്കുന്നതെന്നുള്ളതും അവളുടെ ഫ്ലാഷ് ബാക്കിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കുട്ടിക്കാലത്ത് തന്നെ ഹീറോയിന് അവളുടെ അമ്മയും അച്ഛനെയും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അനാഥയായി മാറിയ ഹീറോയിൻ നേരെ ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നുണ്ട്. അവൾ ആ ഗ്രാമത്തിലെത്തിയതും അവിടെ ഉണ്ടായിരുന്ന പക്ഷികളും മൃഗങ്ങളും എല്ലാം മരിച്ചു പോകുന്നുണ്ട്. പോരാത്തതിന് അവൾ അടുത്തു പോകുമ്പോൾ തന്നെ മരങ്ങളെല്ലാം കരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ഗ്രാമത്തിലുള്ളവരെല്ലാം ഇവള് ഒരു ദുഷ്ടശക്തിയുടെ മറുജന്മമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് ഹീറോയിൻ ഒരു വലിയ ഡീമൺ പവർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞാണെന്നോ ഒരു അനാഥയാണെന്നോ പോലും നോക്കാതെ അവളെ കൊല്ലാനായിട്ട് ഗ്രാമത്തിലുള്ള എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. എന്തിനധികം ആ ഗ്രാമത്തിലെ കുട്ടികൾ പോലും അവളെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഹീറോയിൻ ഇങ്ങനെ കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു കൂട്ടം കുട്ടികൾ ചേർന്ന് അവളെ ആക്രമിക്കാനായിട്ട് ഓടിക്കുന്നുണ്ട്. ജീവൻ രക്ഷിക്കാനായിട്ട് അവൾ കാട്ടിലേക്ക് ഓടി പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് കാല് തന്നെ താഴെ വീഴുന്നുണ്ട്. താഴെ വീണതിൽ അവളുടെ കയ്യിൽ ചെറിയൊരു മുറിവ് ഉണ്ടാവുകയാണ്. ആ മുറിവിൽ നിന്ന് വീണ ചോര ഒരു മരത്തിൽ പുരളുന്നുണ്ട്. ഉടനെ തന്നെ ആ മരം കരിഞ്ഞുണങ്ങി ഭസ്മമായി പോകുന്നുണ്ട്. ഇത് കാണുന്ന അവളെ കൊല്ലാനായി ഓടിച്ച കുട്ടികളെല്ലാം അവിടുന്ന് പേടിച്ചരണ്ട് ഗ്രാമത്തിലേക്ക് തന്നെ തിരികെ മടങ്ങി പോകുന്നുണ്ട്. പക്ഷേ ഹീറോയിന് വീണ്ടും ആ ഗ്രാമത്തിലേക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മലമുകളിലുള്ള ഒരു ഗുഹയിലേക്ക് അവൾ പോകുന്നുണ്ട്. ആ ഗുഹയിലാണെങ്കിലും ഒരുപാട് ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഹീറോയിൻ വളരെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. അത് വളരെ പണ്ട് നടന്ന ഒരു പഴയ കഥയായിരുന്നു. അതിലുണ്ടായിരുന്നത് വളരെ പണ്ട് തന്നെ, അതായത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഒരു കുരങ്ങ് രാജാവ് സ്വർഗ്ഗലോകം ആക്രമിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നോവ എന്ന് പറയുന്ന രാജകുമാരി ആ കുരങ്ങ് രാജാവിനെ തോൽപ്പിച്ച് അവനെ 3 കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ ആ 3 ശരീരഭാഗങ്ങളും 3 രത്നങ്ങളായി മാറുന്നുണ്ട്. ആ രത്നങ്ങളാണെങ്കിലും ദുഷ്ടചിന്തകൾ മാത്രം നിറഞ്ഞ രത്നങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നേരെ ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിലുള്ള 3 മനുഷ്യരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അത് ചുവപ്പ്, പച്ച, നീല എന്നീ നിറങ്ങളിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ നല്ല മനുഷ്യർക്കും അറിയാം, എന്തെങ്കിലും ഒരിക്കൽ ഈ 3 രത്നങ്ങളും കൂടി ചേർന്ന് രാക്ഷസ രാജാവ് പിന്നെയും തിരികെ വരുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലവരായ 6 മന്ത്രവാദികൾ ചേർന്ന് ആ രത്നങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പച്ച രത്നത്തെ മാത്രമേ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെ ഒരു പെട്ടിക്കകത്താക്കി ആരും അറിയാത്ത രീതിയിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബാക്കി 2 രത്നങ്ങളെ കൂടി കണ്ടുപിടിക്കാനായിട്ട് ഈ 6 മന്ത്രവാദികളും തന്റെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ മന്ത്രവാദികളുടെ തലവന്റെ പേര് ബാഴ്ഷി എന്നാണ്. അതായത് അവൻ നമ്മുടെ ഹീറോ തന്നെയായിരുന്നു. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ബാഴ്ഷിയുടെ കോട്ടയാണ്. അതായത് നല്ലവരായിട്ടുള്ള 6 മന്ത്രവാദികളുടെ കോട്ടയാണ്. അവിടെ ആ പച്ചരത്നത്തെ നല്ല കാവലോടുകൂടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പച്ചരത്നത്തിന് കാവൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ പേര് കിംസി എന്നായിരുന്നു. അപ്പോൾ കിംസി ആ രത്നത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവളുടെ കൂട്ടുകാരനായിട്ടുള്ള നിയോൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ നിയോൺ ബാഴ്ഷിയുടെ, അതായത് നമ്മുടെ ഹീറോയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ നിയോൺ വന്നിട്ട് കിംസിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്, നിനക്ക് എന്താ പറ്റിയെന്നുള്ളത്. ഉടനെ കിംസി അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ ഇത് കണ്ടോ, ഈ പച്ചരത്നത്തിന്റെ ശക്തി കൂടി കൂടി വരുവാണ്, എനിക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതുമല്ല എത്ര കാലാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിന്റെ കൂടെ തന്നെ നിൽക്കുന്നത്. എനിക്ക് പുറത്തു വന്നും പുറം ലോകമൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. കുറെ കാലങ്ങളായിട്ട് ഞാൻ ഇതിന്റെ അകത്ത് ഇതിനെ നോക്കി തന്നെ നിൽക്കല്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിയോൺ വളരെ സങ്കടത്തോടെ അവളെ തന്നെ നോക്കുന്നുണ്ട്. ഉടനെ കിംസി ചോദിക്കുകയാണ്, ഈ രത്നത്തിനെ സംരക്ഷിക്കേണ്ട ബാഴ്ഷി എവിടെയാണ്, അവനെ ഇങ്ങോട്ടൊന്നും കാണാനില്ല.
കാണാനില്ലല്ലോ, അവനിപ്പോൾ ഭയങ്കര ബിസിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിയോണും അതെ ഇപ്പോൾ അവൻ തലവനല്ലേ, അതുകൊണ്ട് തന്നെ അവന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, അവൻ ഇങ്ങോട്ട് വരാനുള്ള സമയം പോലും കിട്ടാറില്ല, നീ അവനോട് ക്ഷമിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ കിംസിയും ഇല്ല, ഇനി ഒരു നിമിഷം പോലും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, ഇനി എനിക്കിവിടെ നിൽക്കാനും പറ്റില്ല, ഈ രത്നം ഉണ്ടെങ്കിലല്ലേ എനിക്കതിന് കാവൽ നിൽക്കേണ്ടതുള്ളൂ, ഞാനിതിനെ റിലീസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവളുടെ മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്ത് ആ ഒരു പച്ച രത്നത്തെ അവിടെ നിന്ന് സ്വതന്ത്രമാക്കി പുറത്തേക്ക് വിടുന്നുണ്ട്. ഇത് കാണുന്ന നിയോൺ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു, കാരണം ആ പച്ച രത്നത്തിന് അത്രയും ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. ഈ സമയത്ത് ആ പച്ച രത്നം കിംസിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ പവേഴ്സ് എല്ലാം അങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിമിഷം കിംസി അവിടെ മരിച്ചു വീഴുന്നുണ്ട്. അതും നിയോണിന്റെ മടിയിൽ കിടന്നിട്ടാണ് അവൾ മരിക്കുന്നത്. ഇത് കാണുന്ന നിയോൺ ഭയങ്കരമായിട്ട് അലമുറയിട്ട് കരയുന്നുണ്ട്. നീ ഇതെന്താ ചെയ്തത്? ഞാൻ ബായിഷയോട് പറഞ്ഞ് ഇതിനെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കിയേനെ, വേറെ ആരെങ്കിലും കാവൽ നിർത്തിയിട്ട് നമുക്ക് സ്വതന്ത്രമായി പുറത്തു പോവായിരുന്നു, നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും പറഞ്ഞ് അവൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. പക്ഷേ ഒരു യൂസും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കിംസി ആദ്യമേ തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ സ്വതന്ത്രമായി മാറിയ പച്ചക്കല്ല് ബാക്കി 2 രത്നത്തെയും തേടി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് നേരെ പോകുന്നത് ഒരു ഗ്രാമത്തിലേക്കാണ്. അവിടെ എത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഓരോന്നായിട്ട് കൊല്ലാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് മരിച്ചു വീഴുന്ന ഓരോ ആൾക്കാരുടെ ശരീരത്തിൽ നിന്നും അത് എനർജി ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ എനർജി അബ്സോർബ് ചെയ്യുമ്പോഴും അത് കൂടുതൽ ശക്തിശാലിയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ പച്ചക്കല്ല് നേരെ പോകുന്നത് നമ്മുടെ ഹീറോയിനായിട്ടുള്ള യൂച്ചി ഒളിച്ചു താമസിക്കുന്ന ആ ഒരു ഗ്രാമത്തിലേക്കാണ്. അവിടെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം ഇത് കൊന്നൊടുക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ ഈ സൗണ്ട് കേട്ട് ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു മൂലയിൽ താമസിച്ചിരുന്ന നമ്മുടെ ഹീറോയിൻ പതിയെ പുറത്തു വന്ന് നോക്കുന്നുണ്ട്. അവൾ കാണുന്നത് ഒരു പച്ച കളർ പുക വന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൊല്ലുന്നതാണ്. ഇത് കാണുന്ന ഹീറോയിൻ ആകെ ഷോക്കായി നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ആ പച്ച രത്നം അവിടെ നിന്ന് മറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഗ്രാമത്തിൽ ജീവിച്ചിരിക്കുന്ന ബാക്കി എല്ലാവരും ഹീറോയിനെ വളരെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അതായത് ഹീറോയിൻ തങ്ങളുടെ ഗ്രാമത്തിൽ താമസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാം സംഭവിക്കുന്നതെന്നാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രവാദിയെ ഒരിക്കലും ഇവിടെ നിർത്താൻ പാടില്ല, ഇവളൊരു ദുഷ്ട മന്ത്രവാദിയാണ്, ഇവള് കാരണമാണ് നമ്മുടെ ഗ്രാമത്തിലെ ഇത്രയും ആൾക്കാർ മരിച്ചത്, ഇവളെ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് ഹീറോയിനെ കൊല്ലാനായിട്ട് റെഡിയാവുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും ചേർന്ന് അവളുടെ വീടിന് തീ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അവളുടെ പുറകെ ഓടി അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഹീറോയിൻ ഓടി ഓടി നേരെ ഒരു പുഴയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അവൾക്കാണെങ്കിൽ നീന്തൽ പോലും അറിയില്ലായിരുന്നു. എന്നാലും കൊല്ലാൻ വരുന്ന നാട്ടുകാരിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അവൾ നേരെ ആ പുഴയിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. ഇത് കണ്ട നാട്ടുകാരെ എന്തായിരുന്നാലും അവൾക്ക് നീന്താൻ അറിയില്ല, മുങ്ങി മരിച്ചോളൂ എന്നും പറഞ്ഞ് സമാധാനത്തിൽ തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങി പോകുന്നുണ്ട്. ആ പുഴയിലൂടെ ഒഴുകി വന്ന ഹീറോയിൻ നേരെ എത്തിപ്പെടുന്നത് ഒരു വലിയ കാട്ടിലേക്കാണ്. കാട്ടിലെത്തുന്ന ഹീറോയിന് ആകെ പേടിയാവുന്നുണ്ട്. എന്തായിരുന്നാലും ഇനി തിരികെ ആ ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റില്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് അവൾ നേരെ കാടിനുള്ളിലേക്ക് നടന്നു പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് കാട്ടിലുണ്ടായിരുന്ന ഒരുപാട് മോൺസ്റ്റേഴ്സ് അവളെ അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന ഹീറോയിൻ കണ്ണടച്ച് ആരെങ്കിലും തന്നെ രക്ഷിക്കണേന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു നല്ലവനായ മോൺസ്റ്റർ അവളെ രക്ഷിക്കുന്നുണ്ട്. അത് മുഖത്ത് മുഖം മൂടിയൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന ഹീറോയിൻ ആ മോൺസ്റ്ററിന് നന്ദി പറയുന്നുണ്ട്. അപ്പോൾ ആ മോൺസ്റ്റർ ചോദിക്കുകയാണ്, നിനക്ക് എന്നെ കണ്ടിട്ട് പേടിയാവുന്നില്ലേ എന്നുള്ളത്. അപ്പോൾ ഹീറോയിൻ രൂപം കണ്ട് ഒരിക്കലും ഒരാളെ പേടി തോന്നുന്നൊന്നും പറയാൻ പാടില്ല, അവരുടെ മനസ്സ് കാണണം, നിനക്ക് നല്ലൊരു മനസ്സുണ്ട്, അതുകൊണ്ടാണല്ലോ നീ എന്നെ രക്ഷിച്ചത്, നിനക്ക് എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവനെ ഇങ്ങനെ തൊഴുന്നുണ്ട്. ഇത് കാണുന്ന ആ ഒരു മോൺസ്റ്റർ ഭയങ്കര സന്തോഷത്തിൽ, നീ ആരാണ്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നുള്ളതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം, നിനക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ അതെ, എനിക്ക് നിൻ്റെ ഒരു സഹായം ആവശ്യമുണ്ട്, ഞാൻ ഇനി ഏതൊക്കെ നാട്ടിൽ പോയാലും എല്ലാവരും എന്നെ ഒരു ദുഷ്ടമന്ത്രവാദിയായി മാത്രമേ കാണുകയുള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം നീ എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മോൺസ്റ്റർ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും നിനക്ക് അങ്ങനെ ഒരു സ്ഥലം ഞാൻ പറഞ്ഞു തരാം, പക്ഷേ അവിടെ എത്തിച്ചേരുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്, നീ അതിന് തയ്യാറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ അതെ, ഞാനതിന് തയ്യാറാണ്, എന്ത് കാര്യം ചെയ്തിട്ടായാലും വേണ്ടില്ല, ഇനിയുള്ള ജീവിതമെങ്കിലും എനിക്ക് നന്നായിട്ട് ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. ഉടനെ ആ ഒരു മോൺസ്റ്റർ പറയുന്നുണ്ട്, 6 മലകൾക്കപ്പുറം 6 മന്ത്രവാദികൾ ചേർന്ന് നടത്തുന്ന ഒരു സ്കൂളുണ്ട്, അവിടെ എത്തിച്ചേർന്നാലും അവർ നിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും, അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നാട്ടിലുള്ള നല്ലവരായ മനുഷ്യർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്കത് ഉപയോഗിക്കാം, അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലുള്ളവരെല്ലാം നിന്നെ സ്നേഹിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഞാൻ എങ്ങനെയാ അവിടേക്ക് എത്തിച്ചേരാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രാക്ഷസനും നിനക്ക് അവിടെ എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതിനേക്കാൾ ബുദ്ധിമുട്ട് ഈ 6 മന്ത്രവാദികളുടെ തലവനായിട്ടുള്ള ബായിഷിയോടും നിന്നെ ശിഷ്യനായി ഏറ്റെടുക്കാൻ പറയാന്നുള്ളതാണ്. അവൻ അത്ര പെട്ടെന്നൊന്നും ഒരാളെ ശിഷ്യനായി അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. നിന്റെ സഹായത്തിനായിട്ട് എൻ്റെ ഒരു ചെറിയ സമ്മാനം നിനക്ക് നൽകാമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഡ്രാഗൺ കുഞ്ഞിനെ അവൻ്റെ മാന്ത്രിക പവേഴ്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അത് ഹീറോയിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആ ഡ്രാഗൺ കുഞ്ഞ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ ഹീറോയിനാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് തൻ്റെ അമ്മയാണെന്ന് വിചാരിച്ചിട്ട് അമ്മയെന്നും പറഞ്ഞ് അവളുടെ ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഹീറോയിനും ആ ഒരു സാധനത്തിന്, അതായത് ആ ഒരു ഡ്രാഗൺ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നുണ്ട്. അവള് തന്നെ ഒരുപാട് സഹായിച്ച ആ ഒരു രാക്ഷസന് നന്ദിയൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയെ, അതായത് ഈ രാക്ഷസൻ പറഞ്ഞ ബായിഷി വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ തന്നെയായിരുന്നു. ഹീറോയെ മീറ്റ് ചെയ്യാനായിട്ട് 6 മലകൾ താണ്ടി യാത്ര ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പോകുന്ന വഴിക്ക് ആ ഡ്രാഗൺ കുട്ടി പറയുന്നുണ്ട്, അമ്മേ ഒരുപാട് നേരമായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എനിക്ക് മീൻ വേണമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ, ഇവിടെ നിറയെ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, നിനക്ക് അതൊന്നും കഴിച്ചാൽ പോരെ, മീൻ തന്നെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രാഗൺ കുട്ടിയും അമ്മയ്ക്ക് എൻ്റെ ശക്തികളെ പറ്റിയൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് നേരെ പുഴയുടെ അടുത്തേക്ക് പോയിട്ട് തൻ്റെ മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്ത് ഒരു മീനിനെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷെ പുറത്ത് വന്ന മീന് ആ ഡ്രാഗൺ കുട്ടിയെ ഒറ്റ കടിക്ക് അകത്താക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിൻ ആകെ പേടിച്ചു പോകുന്നുണ്ട്. കുഞ്ഞു നീ എവിടെയാണെന്ന് ചോദിച്ച് അവളിങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ആ ഡ്രാഗൺ കുഞ്ഞ് തൻ്റെ പവേഴ്സൊക്കെ യൂസ് ചെയ്ത് ആ മീനിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ മീനിനെ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ കാണുന്ന പോലെ അല്ലല്ലോ, നിനക്ക് നിറയെ പവേഴ്സൊക്കെ ഉണ്ട്, ഒരു നിമിഷം ഞാൻ പേടിച്ചു പോയി, നീ എന്നെ വിട്ട് ഒരിടത്തേക്കും പോകരുതെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആ ഒരു ഡ്രാഗൺ കുഞ്ഞും, അമ്മ പേടിക്കണ്ട, ഞാൻ ഒരിക്കലും അമ്മയെ വിട്ട് പോവില്ല, അതുമല്ല എൻ്റെ ജീവൻ പോകുന്ന അവസാന നിമിഷം വരെയും അമ്മയെ ഞാൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവരുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ഗ്രാമങ്ങളും കഴിഞ്ഞ് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു സ്ഥലത്ത് ഒരു നാടകം നടക്കുന്നുണ്ട്. നാടകം ഇപ്രകാരമായിരുന്നു, അതായത് കുറേ രാക്ഷസന്മാരും ദൈവങ്ങളും തമ്മിൽ യുദ്ധം ചെയ്തിട്ട് അവസാനം ദൈവം ജയിക്കുന്ന രീതിയിലായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇത് കാണുന്ന ഹീറോയിൻ, അല്ലെങ്കിലും എല്ലാ പ്രാവശ്യവും ദൈവങ്ങളായിരിക്കും ജയിക്കുക, പാവൻ രാക്ഷസന്മാരും എപ്പോഴും തോറ്റുകൊണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞ് മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ആ നാടകക്കാരുടെ അടുത്തേക്ക് ഒരു റെഡ് കളർ ഡ്രസ് ഇട്ട ആള് വരുന്നുണ്ട്. ഇത് വേറെ ആരുമല്ല, നമ്മുടെ കഥയിലെ വില്ലൻ ആയിട്ടുള്ള ജോഷുവ എന്ന് പറയുന്ന ആളായിരുന്നു. ഈ ജോഷുവയുടെ ഉള്ളിലാണ് ഇപ്പൊ 6 മന്ത്രവാദികൾ തേടി നടക്കുന്ന ആ ഒരു റെഡ് സ്റ്റോൺ ഉള്ളത്. ആ ചുവന്ന രത്നം അവന്റെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവന് നിറയെ പവേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്ത് എവിടെ വേണമെങ്കിലും വരാനും പോവാനും, അതുപോലെ അഗ്നി, അതായത് തീ എവിടെ വേണോ യൂസ് ചെയ്യാനുള്ള പവേഴ്സ് അവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാടകം നടക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ആ ഒരു ദൈവങ്ങളുടെ രൂപത്തിൽ വേഷം അണിഞ്ഞവരോടൊക്കെ വഴക്കുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞത്, എല്ലാ യുദ്ധങ്ങളിലും ദൈവം ജയിക്കുമെന്നാണോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഒരിക്കലും എല്ലാ യുദ്ധങ്ങളിലും ദൈവങ്ങൾക്ക് ജയിക്കാൻ സാധിക്കില്ല. ചില യുദ്ധങ്ങളിലും രാക്ഷസന്മാർക്കും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇനി ഇവിടെ നടക്കാൻ പോകുന്ന യുദ്ധങ്ങളെല്ലാം രാക്ഷസന്മാർക്ക് അനുകൂലമായിട്ടുള്ളതായിരിക്കും. വെറുതെ ഒരു നാടകത്തിൽ പോലും ദൈവങ്ങളെ മാത്രം പൊക്കി പറയരുതെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട്. ഇത് കാണുന്ന നാട്ടുകാരെല്ലാം ഇവൻ ഒരു രാക്ഷസനാണ്, ഇവനെ എല്ലാവരും കല്ലെറിയൂന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന കല്ലും കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളും എല്ലാം എടുത്ത് ജോഷുവയുടെ നേരേക്ക് എറിയുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. കാരണം അവളെയും ഇതുപോലെ നാട്ടുകാരെല്ലാം ചേർന്ന് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ കൺമുന്നിൽ വെച്ച് ഒരാളെ ഇങ്ങനെ നാട്ടുകാർ ചേർന്ന് ഉപദ്രവിക്കുന്നത് അവൾക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നേരെ ജോഷുവയുടെ മുന്നിൽ പോയി നിന്നിട്ട് ആരും കല്ലെറിയരുത്, ഇദ്ദേഹം ഒരു പാവമല്ലേ, നിങ്ങൾ ആരെയും ഉപദ്രവിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് അവൻ്റെ മുന്നിൽ ആ ഒരു കല്ലുകളൊന്നും അവൻ്റെ ദേഹത്ത് കൊള്ളാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇത് കാണുന്ന ജോഷുവയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. തന്നെ രക്ഷിക്കാനും തൻ്റെ മുന്നിൽ നിൽക്കാനും ഒരു പെൺകുട്ടി വന്നത് അവൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവൻ അവളെ കാണുമ്പോൾ തൻ്റെ മരിച്ചുപോയ സഹോദരിയെ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നേരെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു നാട്ടുകാരെ എല്ലാം ഫ്രീസ് ചെയ്തിട്ട് ഹീറോയിനെ നോക്കിയിട്ട്, നിനക്ക് എന്നെ കാണുമ്പോൾ പേടിയാവുന്നില്ലേ? ഈ നാട്ടുകാർ പറഞ്ഞതുപോലെ ഞാനൊരു ദുഷ്ടനായ രാക്ഷസനാണ്, നിനക്ക് എന്നെ കാണുമ്പോൾ പേടിയാവുന്നില്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ നേരത്തെ കണ്ട രാക്ഷസനോട് പറഞ്ഞതുപോലെ തന്നെ ഒരാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ അയാളെ മറ്റുള്ളവർ രാക്ഷസൻ എന്ന് പറയുന്നത് കൊണ്ടോ എനിക്ക് പേടിയൊന്നും തോന്നില്ല. നിങ്ങളെ കാണുമ്പോൾ ഒരു രാക്ഷസനെ പോലെയൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുമല്ല ഇവിടെ ഉണ്ടായിരുന്ന ആരെയും നിങ്ങൾ ഉപദ്രവിച്ചില്ല, പിന്നെന്തിന് ഞാൻ നിങ്ങളെ കണ്ട് പേടിക്കണം? എനിക്ക് നിങ്ങളെ കണ്ട് ഒരു പേടിയില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജോഷുവയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതെ, നീ പറഞ്ഞു ശരി തന്നെയാണ്, എനിക്ക് ആരെയും ഉപദ്രവിക്കാനൊന്നും ഇഷ്ടമല്ല, പിന്നെ എന്നെ
കാണുമ്പോൾ തന്നെ ഇവർ പേടിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായിരുന്നാലും നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിന്നെ കാണുമ്പോൾ എനിക്ക് എൻ്റെ സഹോദരിയെ പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ്റെ മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്ത് ഒരു വിസില് അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിൻ ഇതെന്തിനാ എനിക്ക് തരണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനും ഇത് ഒരു മാന്ത്രിക വിസിലാണ്, നിനക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ആപത്തുണ്ടാവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ വിസിലെടുത്ത് ഒരു പ്രാവശ്യം ഒന്ന് ഊതിയാൽ മതി, ഞാൻ ആ നിമിഷം മുന്നിൽ വരുന്നതായിരിക്കും. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി, നീ എൻ്റെ ഒരു സിസ്റ്റർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ജോഷുവ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് 6 മന്ത്രവാദികളിൽ നിന്ന് ഒരാൾ ജോഷുവയെ കണ്ടുമുട്ടുന്നുണ്ട്. ജോഷുവയുടെ ഉള്ളിലാണ് ആ ഒരു റെഡ് സ്റ്റോൺ എന്നുള്ള കാര്യം നേരത്തെ തന്നെ ആ മന്ത്രവാദിക്ക് അറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കൈക്കലാക്കി ജോഷുവയുടെ മാന്ത്രിക പവേഴ്സ് എല്ലാം നഷ്ടപ്പെടുത്തി അവനെ കൊന്നുകളഞ്ഞ് ആ ഒരു മാന്ത്രിക കല്ലും നശിപ്പിച്ച് കളയണമെന്നുള്ളതായിരുന്നു ആ ഒരു മന്ത്രവാദിയുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കാണെന്ന് പോലും നോക്കാതെ ജോഷുവയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ മന്ത്രവാദി അല്പം വീക്കായിരുന്നു, പക്ഷെ ജോഷുവയുടെ ഉള്ളിൽ ആ ഒരു മാന്ത്രിക കല്ലുള്ളത് കൊണ്ട് തന്നെ അവൻ ഭയങ്കര പവർഫുൾ ആയിരുന്നു. ആ മന്ത്രവാദിയെ നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു ഫീനിക്സ് പറവയായി മാറി ഒരുപാട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രവാദി ഭയങ്കര വീക്കായി ഭൂമിയിലേക്ക് വീഴുന്നുണ്ട്. അവന്റെ ആത്മശക്തിയെല്ലാം നശിച്ചു പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഭൂമിയിലേക്ക് വീണതുകൊണ്ട് തന്നെ എവിടെയാ കറക്റ്റ് വീണേന്നുള്ളത് ജോഷുവയ്ക്ക് മനസ്സിലാവുന്നില്ല. നീ എവിടെ പോയാലും നിന്നെ കണ്ടുപിടിക്കാതെ ഞാൻ വിടില്ല, 6 മന്ത്രവാദികളും ചേർന്ന് എന്നെ നശിപ്പിക്കാൻ നോക്കുകയാണല്ലേ എന്ന് പറഞ്ഞ് ജോഷുവ ഭയങ്കര ദേഷ്യത്തിലും ആ ഒരു മന്ത്രവാദി എവിടെയാ വീണേന്നുള്ളത് അന്വേഷിച്ചു പോകുന്നുണ്ട്. ഈ സമയത്ത് ആ മന്ത്രവാദി വീണ് കിടക്കുന്ന സ്ഥലത്തിലൂടെ ഹീറോയിൻ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്. ഒരാള് താഴെ വീണ് കിടക്കുന്ന കാണുന്ന ഹീറോയിൻ അയ്യോ നിങ്ങൾക്ക് എന്താ പറ്റിയെന്നും പറഞ്ഞ് അയാളുടെ അടുത്തേക്ക് ഓടിപ്പോകാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവൾ താഴെ വീണ് അവളുടെ കൈ മുറിയുന്നുണ്ട്. ആ ചോര അടുത്തുണ്ടായിരുന്ന ഒരു ചെടിയിൽ തട്ടുന്നുണ്ട്. ഉടനെ തന്നെ ആ മരം കരിഞ്ഞ് ഉണങ്ങി പോകുന്നുണ്ട്. ഇത് കാണുന്ന ആ മന്ത്രവാദി ആകെ ഷോക്കായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ആ 3ാമത്തെ നീലക്കല്ലും ഇവളുടെ ശരീരത്തിലാണ് ഉള്ളത്. ഇല്ല എന്നുണ്ടെങ്കിലും ചോര പുരണ്ട ഉടനെ ഈ ഒരു മരം ഇങ്ങനെ കരിഞ്ഞു പോവില്ലായിരുന്നു. അതായത് ആ ഒരു നീലക്കല്ലിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ നീലക്കല്ല് ആരുടെ ശരീരത്തിലാണോ ഉള്ളത് ശരീരത്തിലെ ചോര ഏതെങ്കിലും ഒരു മരത്തിൽ വീണാൽ ആ മരം കരിഞ്ഞ് ഉണങ്ങി പോവായിരുന്നു. ഇത് കാണുന്ന ആ മന്ത്രവാദി ഷോക്കാവുന്നുണ്ട്. ഇവളിനെ തന്നെ കൊല്ലാൻ വരികയാണോ എന്ന് പേടിച്ചിട്ട് അയാൾ അവിടെ നിന്ന് ഓടിപ്പോവാൻ നോക്കുന്നുണ്ട്. ഉടനെ ഹീറോയിൻ നിങ്ങൾക്ക് എന്താ പറ്റിയത്, എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് ഹീറോയിൻ ഒരു പാവമാണ്, അവളുടെ ബോഡിയിലാണ് ആ ഒരു നീലക്കല്ലുള്ളതെന്നുള്ള കാര്യം പോലും അവൾക്ക് അറിയില്ല എന്നുള്ളത് അയാൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോൾ എവിടെയാ പോണേന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ ഹീറോയിൻ 6 മലകൾക്കപ്പുറമുള്ള ബായിഷയെ കാണാൻ വേണ്ടി ഞാൻ പോവാണ്, അദ്ദേഹത്തിന്റെ ശിഷ്യയാവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അയാളും ഞാനും 6 മന്ത്രവാദികളിൽ നിന്ന് ഒരാളാണ്, എനിക്ക് ഇനി ഒരിക്കലും ആ മലയിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നെ ഒരു രാക്ഷസൻ വേട്ടയാടുകയാണ്, അവനിവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഉറപ്പായിട്ടും ഞാൻ മരണപ്പെടും, ഞാൻ അത്ര വീക്കാണ്, ആര് വിചാരിച്ചാലും എന്നെ ഇനി രക്ഷിക്കാൻ സാധിക്കില്ല, എൻ്റെ ആത്മശക്തിയും ഞാൻ നിന്റെ കയ്യിൽ തന്നുവിടാം, നീ അത് ബായിഷയ്ക്ക് കൊടുക്കുകയാണെങ്കിലും അദ്ദേഹം ഉറപ്പായിട്ടും നിന്നെ ഒരു ശിഷ്യയായിട്ട് അക്സെപ്റ്റ് ചെയ്യും, എനിക്കത് വിശ്വാസമുണ്ട്, എൻ്റെ ആത്മശക്തി നിന്റെ കയ്യിൽ ഞാൻ തന്നുവിടുകയാണെന്നുള്ള കാര്യം വേറെ ആരോട് നീ പറയരുത്, എത്രയും വേഗം ആ മലയിലേക്കുള്ള യാത്ര പുറപ്പെടാൻ പറയുന്നുണ്ട്. പക്ഷെ ഹീറോയിന് അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴേക്കും വളരെ വൈകിട്ടുണ്ടായിരുന്നു. ആ മന്ത്രവാദി മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുമല്ല ജോഷുവ അങ്ങോട്ട് എത്തും, ഏത് നിമിഷം വേണോ എത്തും എന്നുള്ളത് അയാൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ തൻ്റെ ആത്മശക്തിയെയും ഹീറോയിനെയും ആ ഒരു ഡ്രാഗൺ കുട്ടിയെയും അവിടെ നിന്ന് ഒരു പോർട്ടൽ യൂസ് ചെയ്ത് 6 മലകൾക്കപ്പുറമുള്ള തൻ്റെ മാന്ത്രിക കോട്ടയിലേക്ക് ഒരു പോർട്ടൽ യൂസ് ചെയ്ത് എത്തിക്കുന്നുണ്ട്. അവിടെ എത്തിയ ഹീറോയിൻ എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം ഒന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ജോഷുവ ആ മന്ത്രവാദിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ആ മന്ത്രവാദി ആത്മശക്തി പോലും ഇല്ലാതെ മരിച്ചു കിടക്കുന്നുണ്ട്. ഇത് കാണുന്ന ജോഷുവ ഇവന് ആത്മശക്തി പോലും ഇല്ല, അതിനർത്ഥം ആരോ ഇവനെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിനുശേഷം ആത്മശക്തി എടുത്ത് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, എന്നാലും അത് ആരായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അത് ഹീറോയിൻ ആണെന്നുള്ളത് ജോഷുവയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന ഹീറോയിനെയാണ്. 6 മലകളൊക്കെ താണ്ടി ആ കോട്ടയുടെ അടുത്തേക്ക് അവൾ എത്തിയിട്ടുണ്ടായിരുന്നു ആ പോർട്ടൽ വഴി. പക്ഷേ എങ്ങനെ കോട്ടയുടെ അടുത്തേക്ക് പോകുന്നുള്ളത് അവൾക്ക് അറിയില്ലായിരുന്നു. ഇവർക്കിടയിൽ വലിയൊരു കുഴി ഉണ്ടായിരുന്നു. സാധാരണ അവിടേക്ക് പോകുന്ന സ്റ്റുഡൻസ് എല്ലാം തങ്ങളുടെ മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്ത് പറന്ന് പോവലാണ് പതിവ്. പക്ഷെ ഹീറോയിന് ഒരു മാജിക്കൽ പവേഴ്സും ഇല്ല. ഇത് മനസ്സിലാക്കിയ ആ ഒരു കുട്ടി ഡ്രാഗൺ അമ്മ എന്തിനാ വിഷമിക്കുന്നത്, ഞാനുള്ളപ്പോൾ അമ്മ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല, ഞാൻ അമ്മയെ അപ്പുറത്തേക്ക് എത്തിക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു കുട്ടി ഡ്രാഗണിന്റെ മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്ത് ഹീറോയിനെ ഒരു ബട്ടർഫ്ലൈ ആക്കി മാറ്റുന്നുണ്ട്. എന്നിട്ട് നേരെ ആ ഒരു കോട്ടയിലേക്ക് 2 പേരും ചേർന്ന് പറന്നു പോകുന്നുണ്ട്.
ബട്ടർഫ്ലൈ ആയി മാറിയ ഹീറോയിൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അവൾക്ക് പറക്കുന്നതൊക്കെ ഒരു പുതിയ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ പറന്ന് കോട്ടയ്ക്കുള്ളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ പോയി ഇരിക്കുന്നുണ്ട്. ഈ ഒരു ബട്ടർഫ്ലൈയെ കാണുന്ന അവിടുത്തെ മാസ്റ്ററിന് ഇത് സാധാരണ ഒരു ബട്ടർഫ്ലൈ അല്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ അവളുടെ പഴയ രൂപത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ കാണുന്നതും എല്ലാവരും ആകെ ഷോക്കാവുന്നുണ്ട്. ഒരു മാന്ത്രിക പവേഴ്സും ഇല്ലാതെ നീ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഈ ഒരു കുഞ്ഞ് ഡ്രാഗൺ കുട്ടിയുടെ സഹായത്തോടു കൂടി ഞാനൊരു ബട്ടർഫ്ലൈ ആയി മാറി ഇങ്ങോട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇവളൊരു ദുഷ്ടമന്ത്രവാദിയാണോ എന്നുള്ളതിൽ ഡൗട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇവളെ കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് ഇവളൊരു പാവമാണെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും തോന്നുന്നില്ല. അതുകൊണ്ട് അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും വന്ന വഴി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു മന്ത്രവാദിയെ കണ്ടു. അദ്ദേഹം ഭയങ്കര വീക്കായിരുന്നു. പോരാത്തതിന് ഏതോ ഒരു രാക്ഷസൻ അദ്ദേഹത്തെ ഫോളോ ചെയ്ത് കൊല്ലാൻ നടക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മശക്തിയും എൻ്റെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ കോട്ടയിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ, അതായത് ബായിഷി, എന്നെ ഒരു ശിഷ്യയായി അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മന്ത്രവാദി മരിച്ചുപോയി എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സങ്കടത്തിലിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയ്ക്കും അവൻ്റെ മനസ്സിൽ ഒരു കാര്യം തോന്നുന്നുണ്ട്. അതായത് ആ മന്ത്രവാദി വളരെ പവർഫുൾ ആയിരുന്നു. അവനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ചുവപ്പ് രക്തത്തിൻ്റെ ഉടമയായിട്ടുള്ള ആ ഒരു ജോഷുവയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ജോഷുവ ഈ പെൺകുട്ടിയെ കാണാത്തത് എന്തുകൊണ്ട് നന്നായി. അതുമല്ല ആ ഒരു മന്ത്രവാദി ഇവളെ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു വിടണമെങ്കിൽ ഇവൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായിരുന്നാലും നീ ഇവിടെ ശിഷ്യയായി തന്നെ തുടർന്നോളാനായിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിനും ആ ഒരു കുട്ടി ഡ്രാഗണിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ബാക്കി സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ബാക്കി മന്ത്രവാദികൾക്കും ഇതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത എന്താണെന്നുള്ളത് എനിക്കറിയാം. ഇവളെ വെറുതെ ഞാൻ ശിഷ്യയായി അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഇവളുടെ ഉള്ളിൽ എന്തൊക്കെയോ പവേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുമല്ല നാളത്തെ പരീക്ഷണങ്ങളിൽ ഇവൾ വിജയിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇവളെ ശിഷ്യയായി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാലും ഹീറോയിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഹീറോയിനോട് പോയി റെസ്റ്റ് എടുത്തോളാനായിട്ട് ബായിഷി, അതായത് ഹീറോ, പറയുന്നുണ്ട്. അപ്പോൾ നാളത്തെ പരീക്ഷണങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇനി ഒരു എപ്പിസോഡിൽ മീറ്റ് ചെയ്യും വരെ ബൈ.